അസ്സലാമു അലൈക്കും കൂട്ടുകാരെ, എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സന്തോഷമായിരിക്കട്ടെ എന്ന് എൻ്റെ ദുആ എല്ലാവർക്കും ഉണ്ടാകും ഇൻഷാ അല്ലാ. പിന്നെ ഞങ്ങൾ നെടുങ്കണ്ടത്താണ്. നെടുങ്കണ്ടം തൂക്കാലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളിവിടെ സ്ഥിതി ചെയ്യുന്നത്. ഞാനും ഉണ്ട്, എൻ്റെ രണ്ട് കൊച്ചു മക്കളും ഉണ്ട്. കണ്ടോ, ഞാനും എൻ്റെ കൊച്ചുമക്കളും കൂടെ എൻ്റെ ഉമ്മാനെ കാണാനായിട്ട് വന്നതാണ്. എൻ്റെ ഉമ്മയുടെ അടുത്ത് ഞങ്ങൾ അങ്ങ് കൈലാസം പറയുന്ന സ്ഥലത്ത് കയറിപ്പോണം, എൻ്റെ ഉമ്മ താമസിക്കുന്നിടത്ത്. അവിടെ ചെന്നപ്പോഴത്തേക്കിന് ഞങ്ങൾ ഉമ്മാനെ കണ്ടു. അൽഹംദുലില്ലാ, സന്തോഷമായി. ഉമ്മാനെ കാണാൻ പറ്റിയതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഉമ്മാൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾ ഇറങ്ങി ഇങ്ങോട്ട് താഴേക്ക് വരുമ്പോഴും എനിക്ക് നല്ല മനസ്സിന് വിഷമമുണ്ടായിരുന്നു. 2-3 ദിവസം എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് നിൽക്കണം, കൂടണം എന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോയത്. അപ്പോഴത്തേക്കിന് അവിടെ വെള്ളമില്ല, വെള്ളത്തിൻ്റെ ശരിക്കും ബുദ്ധിമുട്ട് അവിടെ അവർ അനുഭവിക്കുന്നുണ്ട്. ഞങ്ങൾ 3 പേരും കൂടെ അവിടെ നിൽക്കുമ്പോഴത്തേനും അതിൻ്റേതായ 3 ദിവസം നിൽക്കുമ്പോൾ അതിൻ്റേതായ വെള്ളച്ചെലവും മറ്റ് ചിലവുകളും ഒക്കെ കൊണ്ട് അവർക്കത് താങ്ങാവുന്നതിനും അപ്പുറമാകും എന്ന് ഓർത്തുകൊണ്ടാണ് ഞങ്ങളിവിടെ തൂക്കുപാലത്തേക്ക് വന്ന് ഇവിടെ റൂമെടുത്തു. ഞങ്ങളിവിടെ തങ്ങി. അൽഹംദുലില്ലാ, ഇവിടെ അടിപൊളി സന്തോഷമായിരുന്നു. ഞങ്ങളുടെ 3 പേരും ഇവിടെ റാഹത്തായിരുന്നു, സന്തോഷമായിരുന്നു. ഞങ്ങൾ ഇന്നങ്ങനെ പോകാനായിട്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് ഇന്നലെ പോകണമെന്ന് റൂമെടുക്കണമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. ഇന്നലെ പോകാനായിട്ട് നിന്നാണ്. ഇന്നലെ 6 മണിയൊക്കെ ഇന്നലെ രാവിലെ എടുത്ത് തിരിക്കാനായിട്ട് നിന്നു. അപ്പോഴത്തേക്കാണ് ഹർത്താലാണെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞ് ഞങ്ങൾ ഹർത്താലിൽ പെട്ടുപോയി. പിന്നെ ഞങ്ങൾക്ക് ഫുഡൊക്കെ ഒരു ഹോട്ടൽ തുറന്ന് നമുക്ക് അവിടുന്ന് ഫുഡൊക്കെ കഴിക്കാനായിട്ട് കിട്ടി. അൽഹംദുലില്ലാ, ഞങ്ങൾ സന്തോഷമായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് സ്വന്തക്കാരും ബന്ധുക്കാരും ഒക്കെ ഉണ്ട്. എൻ്റെ ഒരു പ്രത്യേക സ്വഭാവം എന്ന് വെച്ചാൽ മറ്റുള്ള സ്വന്തക്കാരെയും ബന്ധുക്കാരെയും ഒന്നും ബുദ്ധിമുട്ടിക്കാൻ പോകുന്ന ഒരു ടൈപ്പല്ല ഞാൻ. ഇന്ന് വരെയും ആരുടെ ഒരു സഹായം ഒരു 100 രൂപ കൊണ്ടാണെങ്കിൽ പോലും എൻ്റെ സ്വന്തക്കാരും ബന്ധുക്കാരും ഒന്നും എന്നെ സഹായിച്ചിട്ടോ സപ്പോർട്ട് ചെയ്തിട്ടോ ഉള്ളവരൊന്നും അല്ല. ഒന്നും ഇല്ലാത്തവരൊന്നും ആയിട്ടൊന്നും അല്ല, എല്ലാവരും ഉള്ളവരൊക്കെ തന്നെ. പക്ഷേ എന്നെ ആരും ഒന്നും സഹായിച്ചിട്ടോ സപ്പോർട്ട് ചെയ്തിട്ടല്ല. എനിക്ക് അവരുടെ ആരും സഹായം വേണ്ട, സപ്പോർട്ടും വേണ്ട. എനിക്ക് എൻ്റെ അള്ള ഉള്ളപ്പോൾ മറ്റുള്ളവരുടെ സഹായം സപ്പോർട്ട് നമുക്ക് എന്തിനാണല്ലേ? എനിക്ക് എൻ്റെ അള്ള ഉണ്ടല്ലേ. ഇവിടെ വന്ന് ഞങ്ങൾ കിടന്നപ്പോൾ ഇപ്പം എൻ്റെ സ്വന്തക്കാർക്കൊക്കെ കുറച്ചിലായി പോയി എന്നൊക്കെ കുറേ മൊഴിയൊക്കെ കേൾക്കുന്ന, ആർക്ക് കുറഞ്ഞാലും കൂടിയാലും എനിക്കൊന്നുമില്ല. എനിക്ക് എൻ്റേതാണ്, എൻ്റെ ജീവിതം, എൻ്റെ മക്കളുടെ ജീവിതം. ഞാൻ ആരുടെയും മുന്നിൽ അടിയോറ് പറയാൻ, ആരുടെയും മുന്നിൽ ഒന്നിന് ചോദിച്ചോ ഞാൻ പോയിട്ടില്ല. എനിക്ക് ആരുടെയും ഒന്നും വേണ്ട, ആരുടെയും ഒന്നും കണ്ടിട്ട് അവനവൻ്റെ ജീവിതമാണ് വലുത്. എല്ലാവർക്കും, ഉള്ളവർക്കാണെങ്കിലും ഇല്ലാത്തവർക്കാണെങ്കിലും അവരവരുടെ ജീവിതമല്ലേ വലുത്. അതിൻ്റെ ഇടയ്ക്ക് ഈ പാവപ്പെട്ടവരെ നമ്മളെ പോലെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ആരും വരത്തില്ല. എന്ന് മുന്നിൽ റബ്ബിൻ്റെ കാര്യം ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടെ വരാനും ഇവിടെ വന്ന് റൂം എടുക്കാനും തങ്ങാനും ഫുഡിനും ചെലവിനും ഒക്കെ ഉള്ള കാശ് എനിക്ക് എൻ്റെ പടച്ചിൽ എനിക്കുണ്ട്, എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എനിക്കിപ്പോൾ ആരും താങ്ങേണ്ട കാര്യമൊന്നുമില്ല. അൽഹംദുലില്ലാ, അതിന് എനിക്ക് എൻ്റെ അള്ള തന്നിട്ടുണ്ട്. എൻ്റെ അള്ളാൻ്റെ മുന്നിൽ ഞാൻ ചോദിച്ചാൽ മതി, മറ്റുള്ള മുന്നിൽ ചോദിക്കാൻ ഞാൻ പോകുന്നില്ല. പോകേണ്ട ഗതിയൊക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ എനിക്ക് എൻ്റെ റബ്ബ് തരണം ചെയ്ത് തന്നിട്ടുണ്ട്, അൽഹംദുലില്ലാ. പക്ഷേ ഇനി ഒരിക്കലും അങ്ങനെ ഒരു വിധി എനിക്ക് ഉണ്ടാവാതിരിക്കട്ടെ എന്നോർത്ത് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഞങ്ങൾ അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോകാനായിട്ടാണ് ഞങ്ങളുടെ തീരുമാനം. പക്ഷേ ഞങ്ങളെല്ലാവരും കൂടെ വന്നാലും എൻ്റെ ഉമ്മാനെ വന്ന് കാണും, ജസ്റ്റ് ഉമ്മാനെ വന്ന് കണ്ടിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇനി വരുവാണെങ്കിൽ തന്നെ ആണെങ്കിൽ പോലും ഞങ്ങൾ ഇതുപോലെ റൂമെടുത്ത് വെളിയിൽ താമസിക്കത്തേ ഉള്ളൂ. അത് കണ്ടിട്ട് എൻ്റെ സ്വന്തക്കാർക്കോ ബന്ധുക്കാർക്കോ ഒന്നും വേദനിക്കേണ്ട ഒരു കാര്യമില്ല. അവരവർക്ക് അവനവൻ്റെ ജീവിതമാണ് വലുത്, അവരവർ ജീവിച്ചോട്ടെ. ആരുടെ ജീവിതത്തിൽ പങ്കെടുത്താൻ, ആരുടെ ജീവിതത്തിൽ പിച്ച അയച്ച് തരാനൊന്നും ഞാൻ പോകുന്നില്ല. എനിക്ക് പോകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, പോകാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഇത് കണ്ട് എൻ്റെ സ്വന്തക്കാരോ ബന്ധുക്കാരോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ ഓർത്ത് എന്നോടങ്ങ് ക്ഷമിക്കുക. കാരണം എനിക്ക് എൻ്റെ ഇഷ്ടമാണ്, മറ്റുള്ളവരുടെ ഇതിൽ വന്ന് കിടക്കാനും നിൽക്കാനും ഒന്നും ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വാതന്ത്ര്യം, ഞങ്ങളുടെ ഫ്രീഡം, ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ ഇഷ്ടം. മറ്റുള്ളവരെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ അങ്ങനെ വന്ന് കിടക്കുന്നത് ആർക്കൊക്കെയോ ഇവിടെ വലിയ കൊമ്പന്മാരൊക്കെ ഉണ്ട്, എനിക്ക് കുറച്ച് കൊമ്പന്മാർ സ്വന്തക്കാരൊക്കെ ഉണ്ട്. കൊമ്പന്മാരുണ്ടെങ്കിൽ അവരെ വെച്ചുകൊണ്ടിരുന്നോട്ടെ, അവരെന്നെ നോക്കാൻ വരണ്ട, എൻ്റെ കാര്യം അന്വേഷിക്കേണ്ട. ഞാൻ, എൻ്റെ മക്കൾ, എൻ്റെ ജീവിതം. ഞാൻ ജീവിതത്തിൽ ശരിക്കും ഒറ്റപ്പെട്ടു പോയിട്ട് പോലും ആരും എന്നെ നോക്കിയിട്ടില്ല, സപ്പോർട്ട് ചെയ്തിട്ടില്ല, എന്നെ സഹായിച്ചിട്ടില്ല. ശരിക്കും കഷ്ടപ്പെട്ടാണ് എൻ്റെ 2 മക്കളെയും ഞാൻ വളർത്തിയത്, പഠിപ്പിച്ചത്. എല്ലാം ഞാൻ അത്രയ്ക്ക് അധ്വാനിച്ചിട്ട് ശേഷമാണ്, ആരുടെയും മുന്നേ യാചിച്ച് പോയില്ല. എനിക്ക് എൻ്റെ മക്കൾക്ക് അങ്ങോട്ട് ഞാൻ പോയിട്ടില്ല, എനിക്ക് പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. എൻ്റെ അള്ളാഹു എന്നെ നയിച്ചു, ഞാനിവിടെ വരെ എത്തി. റബ്ബേ, നിൻ്റെ കാരുണ്യം കൊണ്ടാണല്ലോ എന്നെ ഇവിടെ വരെ നീ നയിപ്പിച്ചത്, എന്നെ ഇവിടെ എത്തിച്ചത്. റബ്ബേ, നിൻ്റെ കാരുണ്യം മാത്രമാണ് റബ്ബേ. നിന്നെ മറന്ന് ഞാൻ ജീവിച്ചിട്ടില്ല റബ്ബേ, നിന്നെ മറന്ന് എന്നെ ജീവിക്കുകയുമില്ല എൻ്റെ മരണം വരെയും. അതുകൊണ്ട് റബ്ബേ, എന്നെ ഇനിയും നീ ഇതേപോലെ തന്നെ മുന്നോട്ട് നയിക്കുക. എൻ്റെ സ്വന്തക്കാർക്ക് ബന്ധുക്കാർക്ക് ഞാൻ റൂമെടുത്ത് തങ്ങി പറഞ്ഞ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നു കൂട്ടുകാരെ, നിങ്ങൾ ആരുടെ ജീവിതത്തിൽ ഞാൻ ഇടപെടാൻ വരുന്നില്ല. നിങ്ങൾ ദൂര സ്ഥലത്തൊക്കെ പോയാൽ എവിടെ പോയി റൂമെടുത്തോ, നിങ്ങൾ അവിടെ എന്തിട്ട് റൂമെടുത്ത് താമസിച്ചോ, അവിടെ എന്തിട്ട് കിടന്നു ഞാൻ ആരോടും ചോദിക്കാനും വരുന്നില്ല. നിങ്ങളായി, നിങ്ങളുടെ പാടായി, നിങ്ങളുടെ ഇഷ്ടമായി. എനിക്ക് എൻ്റെ ജീവിതം, എൻ്റെ പാടായി, എൻ്റെ ഇഷ്ടം. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനോട് ചോദിക്കാൻ, നിങ്ങൾ എവിടെ റൂം എടുത്ത്, നിങ്ങൾ എവിടെ താമസിച്ച്, എന്തായി എന്നൊന്നും ചോദിക്കാൻ ഞാൻ വരുന്നില്ല. എനിക്ക് കിട്ടിയ വാട്സപ്പിൽ മെസ്സേജൊക്കെ എനിക്കിവിടെ പിൻ ചെയ്ത് വെക്കണമെന്ന് ആഗ്രഹം എനിക്കുണ്ട്, എൻ്റെ സ്വന്തക്കാരും ബന്ധുക്കാരും പറഞ്ഞ്. അതുകൊണ്ട് എനിക്ക് പിൻ ചെയ്യാൻ എനിക്ക് അറിയത്തില്ലാത്തതിന് പേര് അതിനെ ഞാൻ വിട്ട് കളയുന്നു. അതുകൊണ്ട് ഇത്ര പേര് നിങ്ങൾക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞാനായിട്ട് നിങ്ങൾക്ക് ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. എൻ്റെ ഇഷ്ടമാണ് എൻ്റെ ജീവിതം.
കേട്ടോ. ഇത്രയും നാളും എനിക്കില്ലാതെ കിടന്ന കാലത്തൊക്കെ നിങ്ങൾ ആരുടെ മുന്നിൽ ഞാൻ വന്ന് ചോദിച്ചിട്ടുമില്ല. അന്നൊന്നും എന്നെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇനി ഇപ്പോൾ ഒട്ടും ആരും നോക്കാനും വരണ്ട കേട്ടോ. എനിക്കെൻ്റെ അള്ളമുണ്ട്. അഹങ്കാരമല്ല, ഒരിക്കലും അഹങ്കാരമാണെന്ന് ആരും പറയില്ല. ഞാൻ അഹങ്കരിച്ച് പറയുന്നില്ല. റബ്ബിനെ മറന്ന് പറഞ്ഞിട്ടുമില്ല. റബ്ബിനെ നിലനിർത്തി തന്നെയാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ അള്ളാഹു എനിക്ക് അങ്ങനെ ഒരു വിധി ഇനിയെങ്കിലും തരാതിരിക്കട്ടെ റബ്ബേ. നീയാണ് വലിയവൻ. എന്നെ നീ ഇത്ര നാളും എങ്ങനെ നയിച്ചോ മുന്നോട്ട്, അതുപോലെ തന്നെ ഇനിയും മുന്നോട്ട് നയിക്കണേ നാഥ എന്ന് മാത്രമേ എൻ്റെ ദുവ. എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന, എല്ലാവരും എൻ്റെ സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കും ഒക്കെ തന്നെ എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന ദുവായോടുകൂടി ഞാൻ എല്ലാവരും നിർത്തുന്ന റബ്ബേ. എല്ലാവർക്കും നിങ്ങളുടെ കാര്യം. അസ്സലാമു അലൈക്കും കൂട്ടുകാരെ.